ഞാൻ പോയിട്ട് വരാം. എടാ ഇന്നലെ ജെയിംസ് വന്നായിരുന്നു പൈസയും ചോദിച്ചു. നിൻ്റെ ഈ പൈസ എല്ലാം ആയിട്ടുണ്ടോ? പൈസ കൊടുക്കാം. പൈസ 1-2 കടങ്ങൾ തീരാനുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഈ ആഴ്ച തന്നെ കൊടുക്കാം. നീ ഒരു സ്ഥലത്തേക്കും പോണില്ല. ആ സ്ഥലം എനിക്ക് എഴുതി തന്നേക്കണേ. നിനക്ക് തന്നേക്കുന്ന സ്ഥലം ഇത്, മനസ്സിലായോ? ഈ കാണുന്ന പാടമാണ് നിനക്ക് ഉണ്ടാക്കി തന്നേക്കണേ. എന്നിട്ട് ഞാനിപ്പോൾ നാട്ടുകാർ പറഞ്ഞിട്ട് അറിഞ്ഞു വന്നു ഇവിടെ നിനക്കറിയാമോ? അവിടെ പോയി നീ കളിച്ചിട്ടും പറിക്കാനൊന്നും നിൽക്കണ്ട. എൻ്റെ സ്ഥലത്ത് കയറി നീ ഉണ്ടാക്കാൻ വേണ്ട. ചേട്ടനൊന്നും നോക്കില്ല കേട്ടോ. എടാ എൻ്റെ സ്ഥലം നീ പറയുന്നുണ്ടല്ലോ. എന്തെങ്കിലും രേഖയുണ്ടോ അതിൻ്റെ കയ്യിൽ? എടാ അപ്പം മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പറഞ്ഞു വെച്ച സ്ഥലം അത്. അതിവിടെ അമ്മയ്ക്കും അറിയാം, വല്യമ്മയ്ക്കും അറിയാം. നിനക്ക് മാത്രം അറിയില്ല അത്. എഴുതി തേക്കുന്നതിന് മുമ്പ് അപ്പം മരിച്ചുപോയി. അത് ഞാൻ എന്ത് ചെയ്യാനാ? നീ പാടത്ത് വല്ല മീൻ കൃഷിയോ വല്ല കോപ്പം ഉണ്ടാക്കി നടക്കുക. എൻ്റെ സ്ഥലത്ത് കയറിയാം. എടാ നീ മിണ്ടാണ്ടിരിക്കുക. ഈ കുടുംബം എങ്ങനെയാ പോകുന്നത് നിനക്കറിയാവോ? അവൻ കഷ്ടപ്പെട്ടിട്ടാ ഈ കുടുംബം പോകുന്നത്. നിനക്ക് കുടിച്ച് വഴി കിടന്നാൽ മതി. കൊച്ചേ, നീ വന്നോ? എന്തേലും ഉണ്ടോ? ഇവിടെ എനിക്കൊന്നും തികണില്ല. അപ്പോഴാണ് എൻ്റെ ഒന്നുമില്ല ആളെ. ഇറക്കി വിടാ മറ്റവനെ. എനിക്ക് കുടിക്കാൻ 1.5 പോലും അവൻ തന്നില്ല. കഴിവറ മോൻ. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ പോതളേ. ഞാൻ പറഞ്ഞല്ലേ എന്റെ പറമ്പിക്കറി ഉണ്ടാക്കലെന്ന്. ഇനി എന്നെ പറമ്പിക്കറി ഉണ്ടാക്കി എന്റെ തലയെ അടിച്ച് പൊടിക്കോട്ടാ. എന്റെ കള്ളും കഴിച്ചു കൊടുത്താ നീ എന്റെ പെണ്ണുമ്പിള്ളോട് തന്നെ അവരാതെ പറഞ്ഞു കൊടുത്താ. അവളിപ്പോ അവളുടെ വീട്ടിൽ പോയിപ്പോ നിന്നോടുള്ള കണ്ടത്തി ചവിട്ടി ചവിട്ടി കൊല്ലും ഞാൻ കേട്ടോ. അറിയണ്ടോ? നീ അറിഞ്ഞോണ്ടിരുന്നോ കള്ളോ? എന്റെ കള്ള് മേടിച്ചു കൊടുത്തിട്ടില്ല നീ ചെയ്തേ. നീ നിന്നെ ഇന്ന് ജീവനോടെ വിടില്ല കേട്ടോ. നീ അവിടെ ഓടൂടാ. ഒന്ന് കാണണം നീ ഞങ്ങളെ ഓടണം. നീ ആരാ? നിന്റെ അനിയനൊക്കെ ആയിരിക്കാം. പക്ഷെ ഇവന് ഞാൻ നമ്മളെ വിഷയ. ഇവനെ ഇവിടെ വെച്ച് തീർക്കും. നിന്നെ കൂടെ ഞാൻ നിന്നോട് പറഞ്ഞോളാം. അയ്യോ ചത്ത. അയ്യോ